സംസ്ഥാനത്തെ 300ഓളം ഔട്ട്ലെറ്റുകളിലും വിഷുച്ചന്തകൾ ഉടൻ തുടങ്ങും. ചന്തകൾ തുടങ്ങാൻ കോടതി അനുവദിച്ചതോടെയാണ് കൺസ്യൂമർ ഫെഡിന് നിർദ്ദേശം നൽകിയത്. ഇന്നു മുതൽ വിഷു കഴിയുന്നതുവരെയാണ് ഒരാഴ്ച 13 സാധനങ്ങൾ വിലക്കുറവിൽ കൺസ്യൂമർ ഫെഡ് ലഭ്യമാക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ബായന്തോട് ചേരുകയാണ്. വിജിൻ, കൺസ്യൂമർ ഫെഡിന്റെ ഹർജിയിൽ അനുകൂലമായ വിധിയുണ്ടാകുന്നു. വിഷുച്ചന്ത തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇന്നു മുതൽ വിഷുച്ചന്ത തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും വളരെ വിപണിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ആശ്വാസമായ നടപടിയാണ് ഉണ്ടാകുന്നത്, അതും ഒരു ആഘോഷകാലത്ത്. അഞ്ജന, തീർച്ചയായും ഈ കൺസ്യൂമർ ഫെഡ് വിഷുചന്തകളും അതുപോലെ തന്നെ റംസാൻ, ഈസ്റ്റർ ചന്തകളും കാലങ്ങളായി തുടങ്ങി വരുന്നതാണ്. അത് എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേകം ചന്തകൾ തന്നെ രൂപീകരിച്ച് അവിടെയാണ് ഈ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ എത്തിക്കുന്നത്. ഇത് ഈ ഉത്സവകാല സീസണുകളിൽ വിലക്കയറ്റം, പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഇടപെടൽ ഭക്ഷ്യവകുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്തായിരുന്നു കോടതിയിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അനുകൂലമായ വിധി ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ എല്ലാ ഔട്ട്ലെറ്റുകളിലും ചന്തകൾ ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 300ഓളം ഔട്ട്ലെറ്റുകളിലാണ് ചന്തകൾ ആരംഭിക്കുക. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ 13 സാധനങ്ങൾ വിലക്കുറവിൽ കൺസ്യൂമർ ഫെഡിൽ ലഭ്യമാകും. ഒപ്പം തന്നെ 10 മുതൽ 30% വരെ മറ്റു സാധനങ്ങൾക്കും വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് ചന്തകൾ വഴി, വിഷുചന്തകൾ വഴി സാധനങ്ങൾ ലഭ്യമാക്കുക. എന്തായാലും ഈ ഒരു തീരുമാനത്തോടുകൂടി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുവിപണിയിലെ വിലക്കയറ്റം ഉത്സവകാല സീസണുകളിൽ പിടിച്ചു നിർത്തുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കാലങ്ങളായി കൺസ്യൂമർ ഫെഡ് ഇത്തരത്തിലുള്ള ചന്തകൾ തുടങ്ങുന്നത്. അതിനെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത്. സർക്കാർ കോടതിയിൽ എത്തി ഈ അനുകൂലമായ വിധി സമ്പാദിച്ചതോടുകൂടി ഇന്ന് വൈകുന്നേരം മുതൽ കൺസ്യൂമർ ഫെഡ് ചന്തകൾ ആരംഭിക്കും.